കുഞ്ഞു കുഞ്ഞു നാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ. അതൊക്കെ കത്തിക്കൂട്ടത്തിൽ നാരങ്ങ ഫുള്ളും പച്ചപ്പ് ഇട്ടിട്ടില്ല, വളരെയുള്ള നാരങ്ങയായിരുന്നു. ഒരു ഏരിയ കംപ്ലീറ്റ് ഈ സൈഡിലെ നാരങ്ങളൊക്കെ തീയാളിയിട്ട് കത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഏപ്രിൽ 1-ാം തീയതി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, 2 നാരക ചെടി ഗിഫ്റ്റ് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഏപ്രിൽ 15-ാം തീയതിയാണ്. ആ വീഡിയോയുടെ കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ ആൾക്കുകളാണ് ഈ 2 നാരക ചെടി. അതായത് ആർക്കാണ് എന്താണെന്നൊക്കെ നോക്കാം. നമ്മൾ അന്ന് ടാഗ് ചെയ്ത് വെച്ചതാണ്. ഒരു സീഡ്ലെസ് ലെമൺ, ഒരു ചെറുനാരകം ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഇന്നലെ വിഷുവൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ ചെറിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതെന്താ കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്ന ഒരു ഷോർട്ട് വീഡിയോ. ഈ ഇന്നലെ വിഷുവായിട്ട് ഇവിടെ നമ്മുടെ തോട്ടത്തിൻ്റെ സൈഡ് ഭാഗമൊക്കെ കത്തീനെ കുറിച്ചും നാരക ചെടി അതുപോലെ ഒന്ന് തീയാളിയിട്ട് ഒരു സൈഡിൽ മുഴുവൻ അങ്ങോട്ട് ഒരു ഏരിയ കംപ്ലീറ്റ് ഈ സൈഡിലെ നാരങ്ങളൊക്കെ തീയാളിയിട്ട് കത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻ്റായിട്ടും അതുപോലെ തന്നെ വാട്സപ്പിലും നേരിട്ട് വിളിച്ചിട്ടുമൊക്കെ എന്താ പറ്റി എന്നുള്ള ഭയങ്കര വിഷമത്തോടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയാമെന്ന് വെച്ചിട്ടാണ്. ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാം, നമ്മളിവിടെ ഒരു 80 സെൻറ്റ് സ്ഥലത്ത് ഫുള്ളായിട്ട് നാരക ചെടിയാണ് വെച്ചിരുന്നത്. നാരക കൃഷിയാണ്. വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ അതിൻ്റെ അപ്പുറത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിഞ്ഞ പറമ്പാണ്. ഇതൊരു കുന്നും പ്രദേശമാണ്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് പുല്ലും കാടും കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ആൾക്കാർ ഓരോരോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ കയറി പോകുന്ന സ്ഥലമാണ് അപ്പുറത്തുള്ളത്. അതുപോലെ അപ്പോൾ ഇന്നലെ ആരോ വിഷു ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കയറിയപ്പോൾ ചെറുതായിട്ടും തീയിട്ടാക്കും. വർഷത്തിൽ ഈ കുന്ന് കത്തി പിടിക്കാറുണ്ട്. ഒരു സൈഡിൽ നിന്ന് അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ കത്തിയിട്ട് ഈ ഭാഗത്ത് കത്താറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെയൊക്കെ നമ്മുടെ പറമ്പൊക്കെ നന്നായിട്ട് പുല്ല് വെട്ടിയിട്ട് തീ വരാത്ത കണ്ടീഷനാണ് ഇട്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ നല്ല ഹൈറ്റിൽ മരങ്ങളൊക്കെ കത്തി പിടിക്കാൻ പറ്റിയ മരങ്ങളൊക്കെ ഉള്ളതും ഈ വെയിലിൻ്റെ ചൂടും ഒക്കെ കൂടിയിട്ട് ആ തീയുടെ ചൂടുകൊണ്ട് നമ്മുടെ നാരകങ്ങൾ ഇതേപോലെ കത്തി കരിഞ്ഞിട്ടുണ്ട്. പക്ഷേ അടിഭാഗത്തേക്കൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ടെൻഷൻ അടിക്കാനുള്ള കാര്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ പറഞ്ഞത്. ഇത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇനി മഴയൊക്കെ പെയ്യുമ്പോൾ വീണ്ടും നാമ്പൊക്കെ വന്നിട്ട് ഈ ചെടി പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നില്ല. നമ്മൾ ഈ കരിഞ്ഞ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് നിർത്തുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് നനച്ചു കൊടുക്കണം. കഴിഞ്ഞ വർഷം ഇതുപോലെ ഈ ഒരു നാരകത്തിന് മാത്രമേ കഴിഞ്ഞ വർഷം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വീണ്ടും അത് കാളിക്കത്തൊക്കെ വന്നായിരുന്നു. ഇപ്രാവശ്യം വീണ്ടും കത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ പലരും ആശ്വസിപ്പിക്കാനുള്ള തരത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് അത്ര വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. കൃഷി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരു ദിവസം രാവിലെ വരുമ്പോൾ നമ്മൾ ഇന്നലത്തെ അവസ്ഥയിലായിരിക്കില്ല ഇന്നത്തെ ഇത്. അപ്പോൾ ഇതിന് മുന്നേ ഇവിടെ നമ്മൾ വാഴയൊക്കെ വെച്ച സമയത്ത് ഇതുപോലെ 50-100 വാഴയൊക്കെ പന്നി നശിപ്പിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഇതിനൊക്കെ ഒന്ന് നനച്ചു കൊടുത്തൊന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സംഭവമുള്ളൂ. കാണുമ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും നട്ട് നനച്ച് വരുന്നൊരു സംഭവം ഈ തരത്തിൽ നിൽക്കുന്ന കാണുമ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ടെങ്കിലും കൂടിയിട്ട് നമ്മളതുകൊണ്ട് ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല, റെഡിയായി വരും. ആ ഒരു സൈഡിൽ കൂടെ തന്നെ തീ കത്തിപ്പോയത് നമ്മുടെ പറമ്പിലേക്ക് കടന്നിട്ടൊന്നുമില്ല. നമ്മളിത് കൊല്ലും ആർക്കെങ്കിലും ഇതുപോലെയൊക്കെ സംഭവിക്കാറുണ്ട്. എല്ലാ വർഷത്തിലും തീ വരാറുണ്ട്. അപ്പോൾ ആരൊക്കെയും അവർക്ക് ചെയ്യുന്നവർക്ക് സിമ്പിളായിട്ടുള്ള കാര്യമുള്ള ഒരു തീപ്പെട്ടിക്കൊള്ളി അല്ലെങ്കിൽ ലൈറ്റർ കത്തിച്ച് ഒരു ചെറിയ പുൽക്കൊടിയിലൊന്ന് കത്തിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഏരിയ മുകളിൽ എത്ര ഏക്കർ കണക്കിന് സ്ഥലം ഇവിടെ കത്തിപ്പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ളായിട്ട് പുല്ലൊക്കെ വെട്ടി ഒരു പുല്ല് പോലും ഇല്ലാത്ത കണ്ടീഷൻ ഇടുകൊണ്ട് തീ ഇങ്ങോട്ട് കടന്നിട്ടില്ല. അതുകൊണ്ട് ഈ സൈഡിലെ നാരകങ്ങൾ മാത്രം നേരത്തെ പറഞ്ഞ പോലെ തീ ആളിയിട്ട് ഒരു ഏരിയ അങ്ങനെ ഒരു 10-25-30 നാരകങ്ങൾ ഒരു സൈഡ് കത്തിപ്പോയിട്ടുണ്ട്. ഇപ്പുറത്ത് നിൽക്കണമൊക്കെ നല്ല പച്ചപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്, കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നമ്മുടെ അതിരാണ്. ഈ അതിരിങ്ങനെ ഒരേ പറമ്പ് ഫുള്ള് കുന്നും പ്രദേശം കംപ്ലീറ്റ് ഇന്നലെ കത്തിപ്പോയിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തേക്ക് ഇത് അത്രയാണ് ബാധിച്ചിട്ടുള്ളൂ. അത് ഈ ചൂടിൻ്റെ കാഠിന്യം കൊണ്ടും അതുപോലെ തന്നെ തീ ആളി വന്നപ്പോഴാണ് ഇതേപോലെ നാരകത്തിന് ബാധിച്ചിട്ടുള്ളത്. പക്ഷേ അടിഭാഗത്തേക്ക് ഒന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഈ നാരകം നശിച്ചു പോകുന്നില്ല. പക്ഷേ നമുക്കൊരു ചെറുതായിട്ടുള്ള ഉണക്കും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നന്നായി നനച്ചു കൊടുത്തിട്ട് സംരക്ഷിച്ചെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ പെട്ടെന്ന് 2 ദിവസം ഒരു മഴക്കാലമൊക്കെ വരാൻ പോകുന്നത്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തളിർത്ത് വരും. നനക്കുന്നതിന് അതിൻ്റേതായ പരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഇതുപോലെ ട്രിപ്പ് ഇട്ടിട്ടാണ് നമ്മൾ നനക്കുന്നത്. എന്തായാലും ഇനി പരമാവധി നനച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. അല്ല കുഞ്ഞു കുഞ്ഞു നാരകങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ. അതൊക്കെ കത്തിക്കൂട്ടത്തിൽ നാരങ്ങ ഫുള്ളും പച്ചപ്പ് ഇട്ടിട്ടില്ല, വളരെയുള്ള നാരങ്ങയായിരുന്നു. അപ്പോൾ പറയാനുള്ള ആരും പ്രത്യേകിച്ച് അത് വിഷയമുള്ള കാര്യമൊന്നുമല്ല. പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയിൽ എന്തായാലും നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അതിനൊക്കെ നമ്മൾ തരണം ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെതായ വിജയം കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ പരിഹരിച്ച് പോകുമ്പോൾ നമുക്ക് ഒന്നുകൂടി എനർജി കൂടുതൽ കിട്ടും. അപ്പോൾ സ്ഥിരം കാണുന്നവരോട് ഞാൻ പറഞ്ഞില്ല, എന്നെ വിളിച്ചിട്ട് മറ്റേ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നവർക്കുള്ള ഒന്നും വിഷയമില്ലാന്ന് വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ് സംഭവങ്ങൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നാരക ചെടിയുടെ ഗിഫ്റ്റ് ആർക്കാൻ നോക്കാം, താഴത്ത് പോയിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ മൊബൈലിൽ നമുക്ക് വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് ഏത് കമൻറ്റാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ളത് നോക്കാം. അവർക്കുള്ളതാണ് ഈ 2 നാരക ചെടി. അപ്പം ആദ്യം വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവാണ്.
അപ്പോൾ ഇതാണ് ആ വീഡിയോ, നമ്മൾ 1-ാം തീയതി ചെയ്ത വീഡിയോ. അപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് ആർക്കാൻ നോക്കാം. ഈ വീഡിയോ കാണുന്നവർക്കുള്ള നിങ്ങൾ ഇത്ര മാത്രമേ ചെയ്യുള്ളൂ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ കമൻറ്റിന് ലൈക്ക് കിട്ടിയിട്ടുള്ള ആർക്കാണ് നോക്കാം. ഇതാ രാം ഗോപാൽ 1339 86 ലൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്കുള്ളതാണ് ഈ നാരകച്ചെടി. എൻ്റെ വാട്സപ്പ് നമ്പറിൽ അഡ്രസ്സും കാര്യങ്ങളും അയച്ചു തരികയാണെങ്കിൽ ഞാൻ ചെടി 2 ദിവസത്തിനുള്ളിൽ അയച്ചു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ സീനത്ത് സലീം എല്ലാ വീഡിയോക്കും കമൻറ്റ് ചെയ്യാറുള്ളതാണ്. അതുപോലെ തന്നെ 11 ലൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് കമൻറ്റ് അയക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. താങ്ക് യു. പിന്നെ അങ്ങനെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. 21 ലൈക്കുമായിട്ട് എത്ര പേര് ക്ലിയർ ആവുന്നില്ല, കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. 29 ലൈക്കുമായിട്ട് വേറെ 29 ലൈക്ക് കിട്ടിയ കമൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ 19 ലൈക്ക് ഉണ്ട്, 11 ലൈക്ക് ഉണ്ട്. അപ്പോൾ എല്ലാവരും പരമാവധി സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നിവർത്തി ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ ആൾക്ക് 2 ചെടി അയച്ചു കൊടുക്കാനേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇനി അടുത്ത 1-ാം തീയതി മെയ് 1-ാം തീയതിക്ക് നമ്മൾ ഗിഫ്റ്റ് ഉണ്ട്. അത് ഈ വീഡിയോക്കല്ല, ഇതിൻ്റെ ബാക്കിൽ ഒരു ഷോർട്ട് വീഡിയോ വരുന്നുണ്ട്. ആ ഷോർട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് കമൻറ്റ് ചെയ്തിട്ട് അതിന് കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്കാണ് നമ്മൾ അടുത്ത ഇത് കൊടുക്കുന്നത്, ഈ ലോങ് വീഡിയോയിലല്ല. അപ്പോൾ ഇന്ന് തന്നെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടാവും. അപ്പോൾ സഹകരിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. കൃഷി ഇഷ്ടപ്പെടുന്നവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നമ്മളെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിപ്പെടുന്നതാണ്. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ.